വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ചു കൊന്ന കേസിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുന്നു. ഐവിന്റെ മരണകാരണം തലയ്ക്കേറ്റ പരിക്കാണ്. തല മതിലിലോ മറ്റോ ഇടിച്ചതായി സംശയം. ശരീരത്തിൽ മറ്റു പരിക്കുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, അതിക്രൂരമായാണ് പ്രതികൾ ഈ കൃത്യം നടത്തിയത്. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് ആൻമരിയ സണ്ണി? റീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് നമുക്ക് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് പോലീസും പറയുന്നത്. അതായത് ഈ മരണത്തിന് മുൻപ്, കൊലപാതകത്തിന് മുൻപ് ഐവിൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ. ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരിക്ക് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തല മതിലിലോ മറ്റോ ഇടിച്ചതായിട്ട് സംശയമുണ്ട്. അത് ഈ ഐവിനെ ബോണ്ടിലിരുത്തി 1 കിലോമീറ്ററോളം ഈ പ്രതികൾ വാഹനവുമായി മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ സംഭവിച്ചതായിരിക്കാം ഈ തലയ്ക്ക് ഏറ്റിരിക്കുന്ന പരിക്ക്. അവിടെ നിന്ന് വീണപ്പോൾ വന്നതാണോ ഈ തലയിൽ ഏറ്റിരിക്കുന്ന പരിക്കും എന്നും സംശയമുണ്ട്. അത് മാത്രമല്ല, ശരീരത്തിൽ മറ്റ് പരിക്കുകൾ ഉണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു മർദ്ദനത്തിനിരയായതിനു ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും വന്നിരിക്കുന്ന സൂചനകളും അവർക്ക്. ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.